അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപക്ക് ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ചിക്കൻ കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് ഓയിലൊക്കെ ഒഴിച്ച് സബോളയും തക്കാളിയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്. സബോള കൊടുക്കുക. സബോള ഇട്ട് കൊടുത്ത് സബോള ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് ദീപകിൻ്റെ സ്പെഷ്യൽ ചിക്കനാണ്. നമ്മൾ ഉണ്ടാക്കണ മാതിരിയല്ല. സബോള ഒന്ന് വാടി വന്നപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം മസാല ഒക്കെ ഇടുക. ചിക്കനൊന്ന് വെന്ത് ചിക്കനിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റായതിന് ശേഷം മസാല ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് മൂടി വെച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ ഒന്ന് മസാല കിട്ടുന്ന പരിപാടി. അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മസാല തക്കാളി ഇടും. തക്കാളി ഇട്ട് തക്കാളി ഒന്ന് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചോറ് റെഡിയായി വരും. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ചിക്കൻ നല്ലപോലെ വെന്ത് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മസാലകളിടും. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരങ്ങ് കുറച്ച് 2 മിനിറ്റ്. ഇനി ആവശ്യത്തിന് മസാല കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിലക और थोड़ा चाहिए കുറച്ചും കൂടെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂൺ വെള്ളപ്പൊടി, മുളക് ആവശ്യത്തിന് മതി, ചിക്കൻ മസാല പൗഡർ കുറച്ച്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് മസാലകളെല്ലാം മണം മാറുന്നവരൊന്ന് അടച്ചു. മസാലയൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. കുറച്ച് ഗരം മസാല അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഓക്കെ, ചിക്കൻ കറി തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പറ്റാണ്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈക്കുള്ളത്. ഇനി മസാല മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി
ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ്, ചെറുനാരങ്ങ നീരൊക്കെ കുറവാണ്, വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കാം, മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് റൈസും ചിക്കനും റെഡി ആയി. നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് ചട്ടി ചൂടായി കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലുണ്ടാ വറക്കണം. ഓയിൽ ചൂടായി ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ചൂട് ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി പപ്പടം അടിപൊളി. कैसे हाँ स्पेशल आज का हाँ ठीक है. ओके बाय. गुड नाइट. बाय बाय.